നമ്മുടെ എല്ലാവരുടെയും ഒരു മെയിൻ ആയിട്ടുള്ള കൺസേൺ ആണ് അട്രാക്റ്റീവ് ആയിട്ടിരിക്കുക, പ്ലസന്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത്. സോ ഇതിനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഓഫീസ്, കോളേജ് ഒക്കെ പോകുന്നവരായിരിക്കാം. സോ നമ്മൾ എവിടെ പോയാലും കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. സോ ഇറ്റ്സ് മീ ശ്രുതി ആൻഡ് സ്ലോഗ്സിലോട്ട് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം. സോ പെട്ടെന്ന് തന്നെ നമ്മൾ സിമ്പിൾ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കേട്ടിട്ട് വരാം. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ. ഫസ്റ്റ് വൺ വന്നിട്ട് നമ്മുടെ സ്കിൻ കെയർ ആണ് കേട്ടോ. ഈ ഒരു സ്കിൻ കെയർ നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഡൾ അടിച്ച് ഒരു പാച്ചി ആയിട്ടുള്ള സ്കിൻ ആയിട്ടായിരിക്കും ഇരിക്കുക. നമ്മൾ എത്ര മേക്കപ്പ് ചെയ്താലും എന്തൊക്കെ ചെയ്താലും നമ്മുടെ സ്കിൻ ഭയങ്കര ഡൾ ആയിട്ടിരിക്കും. സോ നമ്മൾ സ്കിൻ കെയർ മസ്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ സ്കിന്നിലാണ് നമ്മുടെ എല്ലാം തന്നെ ഇരിക്കുന്നത്. അതായത് സ്കിൻ ഡൾ ആയിട്ട് നമ്മൾ ഇനി എത്ര മേക്കപ്പ് ഇട്ടിട്ടും ഒരു കാര്യമില്ല കേട്ടോ. സോ നിങ്ങൾ പ്രോപ്പർ ആയിട്ടൊരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്ത് സ്കിൻ നല്ല മെയിൻറ്റെയിൻ ആയിട്ട് കൊണ്ടുപോവുക. ഇത് നിങ്ങളുടെ അട്രാക്റ്റീവ് ആയിരിക്കാനും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് തരാൻ വേണ്ടിയിട്ട് ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഫുൾ ബോഡി നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാണ്ട് നമ്മൾ ഇനി എത്ര നല്ല ഡ്രസ്, കോസ്റ്റ്യൂം ഒന്നും ഇട്ട് കഴിഞ്ഞാലും കാര്യമില്ല. സോ നിങ്ങൾ ഫുൾ ബോഡി ആയിക്കോട്ടെ, ഫേസ് എല്ലാം നിങ്ങൾ സ്കിൻ കെയറും കാര്യങ്ങളും ചെയ്തിട്ട് നല്ല പ്ലസന്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ടിപ്പ് വന്നിട്ട്. ഇനി സെക്കൻഡ് ടിപ്പ് വന്നിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന മേക്കപ്പ് ആണ്. നിങ്ങൾ എവരിഡേ പുറത്ത് പോകുന്ന ആൾക്കാരാണ്, നിങ്ങൾ എന്തെങ്കിലും ഫംഗ്ഷൻ ആയിക്കോട്ടെ, കോളേജ്, ഓഫീസ് എന്തും ആയിക്കോട്ടെ, നിങ്ങൾ പോകുമ്പോൾ ഒരു മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. മേക്കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കംപ്ലീറ്റ് ഒരു വെഡിങ് മേക്കപ്പ് ലുക്ക്, ഗസ്റ്റ് മേക്കപ്പ് ലുക്ക് ഒന്നും ചെയ്ത് പോകണമെന്ന് പറയില്ല. നമുക്ക് 2-3 ഐറ്റംസ് മാത്രം മതി നിങ്ങൾ മേക്കപ്പിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു മേക്കപ്പിലെ ഫസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ലിപ്സ്റ്റിക് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ അല്ലാത്ത ആൾക്കാരുണ്ടായിരിക്കും. അവർക്ക് ലിപ് ബാം, ടിന്റഡ് ലിപ് ബാമും യൂസ് ആക്കാം കേട്ടോ. നമ്മൾ ചാപ്ഡ് ആയിട്ടുള്ള ഡ്രൈ ലിപ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഭയങ്കര ഡൾ അടിച്ച ഫീലിംഗ് ആയിരിക്കും. സോ ഭയങ്കര പ്ലസന്റ് ലുക്ക്, ഒരു അട്രാക്ഷൻ തരാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഒരു നല്ലൊരു ലിപ് ഷെയ്ഡ് യൂസ് ചെയ്യുക എന്നുള്ളത്. സോ നിങ്ങൾക്ക് നല്ലൊരു ന്യൂഡ് ലിപ്സ്റ്റിക്കോ ബ്രൈറ്റ് ലിപ്സ്റ്റിക്കോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചൂസ് ചെയ്യാം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ലിപ് ബാം ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ് പ്രൊഡക്റ്റ് വന്നിട്ട് നിങ്ങളൊരു ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഐബ്രോ നല്ല ഷാർപ്പായിട്ട് നല്ല നീറ്റായിട്ട് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫേസിലേക്ക് മെയിൻ ഒരു അട്രാക്ഷൻ തരാനും നമ്മുടെ ഷേപ്പിന്, നമ്മുടെ ഫേസിന് ഇത് കറക്റ്റ് ഒരു ഷേപ്പ് പ്രൊവൈഡ് ചെയ്യാനൊക്കെ നമ്മുടെ ഐബ്രോ ഭയങ്കര എൻഹാൻസ് ചെയ്ത് നിൽക്കുന്നത് നന്നായിരിക്കും കേട്ടോ. സോ നിങ്ങൾക്കൊരു ഐബ്രോ പെൻസിൽ യൂസ് ആക്കാവുന്നതാണ്. പിന്നെ വന്നിട്ട് നിങ്ങൾക്കൊരു മസ്കാര യൂസ് ആക്കാവുന്നതാണ്. നമ്മൾ ഭയങ്കര ഡള്ളടിച്ച ഫീൽ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണൊക്കെ ഒന്ന് വിടർത്തി തോന്നിക്കാൻ വേണ്ടിയിട്ടും ഒരു പ്ലസന്റ് ലുക്ക് തരാൻ വേണ്ടിയിട്ടും നമ്മുടെ മസ്കാര നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾക്ക് നല്ലൊരു മസ്കാര യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു 3 പ്രൊഡക്ട്സ് തന്നെ ധാരാളമാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കോമ്പാക്റ്റും യൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഒരു ബേബി ക്രീം യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്ര തന്നെ ധാരാളമാണ്. സോ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പെങ്കിലും മേക്കപ്പിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിനൊരു മാറ്റം മനസ്സിലാവും കേട്ടോ. സോ അപ്പൊ തേർഡ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് പോയിന്റ് നിങ്ങളൊരു പെർഫ്യൂം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ നല്ലൊരു സ്മെല്ലുള്ള നല്ല മൈൽഡ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അൺട്രാം റോൾ ഓൺ യൂസ് ചെയ്യാം കേട്ടോ. സോ ഈ കെമിസ്റ്റ് അപ്ലൈഡ് ഒക്കെ അൺട്രാം റോൾ ഓൺ, വിഷ് കെയറിന്റെ അൺട്രാം റോൾ ഒക്കെ നല്ലതാണ്. നമ്മുടെ ഒരു സെറ്റ് ഓർഡർ എല്ലാം തന്നെ നന്നായിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾക്ക് ഒരു അൺട്രാം റോൾ ഓൺ യൂസ് ചെയ്യാം. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മൈൽഡ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതും കൂടെ നിങ്ങൾ നിങ്ങളുടെ ഒരു ഡെയിലി റുട്ടീനിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ നെയിൽസ് എല്ലാം നന്നായിട്ട് കെയർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളൊരു നെയിൽ പോളിഷ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ട് നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നെയിൽ പോളിഷ് ഒക്കെ അപ്ലൈ ചെയ്താൽ തന്നെ നമ്മൾ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ട് പ്ലസന്റ് ആയിട്ട് തോന്നിക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത് നല്ലൊരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് നെയിൽ പോളിഷ് ഒക്കെ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. നെയിൽ പോളിഷ് അപ്ലൈ ചെയ്താൽ തന്നെ അതെ ഇതുപോലെ നല്ല പാച്ചി ആയിട്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ നമ്മൾ റിമൂവർ യൂസ് ചെയ്തിട്ട് അത് കളയാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇത് നാളെ മറ്റന്നാളായിട്ട് ട്രിപ്പ് ഉണ്ട്. അപ്പോൾ അതിനായിട്ട് പുതിയൊരു കോട്ടിങ് ചെയ്യേണ്ടതുണ്ട്. സോ അതുകൊണ്ടാണ് കേട്ടോ ഞാനിതിപ്പോൾ കളയാഞ്ഞത്. അപ്പൊ നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ നെയിൽസ് നന്നായിട്ട് കെയർ ചെയ്യാനും അതുപോലെ തന്നെ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ നെയിൽ പോളിഷ് തന്നെ സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പൊ കൂടുതലായിട്ടും പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളുടെ സ്കിൻ ടോണിന് മാച്ച് ആയിട്ട് ബ്രൈറ്റൻ അപ്പ് തരുന്ന ഒരു ഷെയ്ഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് വന്നിട്ട്. ഇനി നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഡ്രസ്സിങ്ങിന്റെ കാര്യമാണ് കേട്ടോ. ഡ്രസ്സിങ് നിങ്ങൾ എപ്പോഴും ട്രെൻഡ്സിന് പിന്നാലെ പോവാണ്ടിരിക്കുക. ഒരു മോഡൽ ഇറങ്ങിയെന്ന് കരുതി ഒരുപാട് അത്തരത്തിലുള്ള മോഡൽസ് ഒന്നും വാങ്ങി വെക്കാണ്ടിരിക്കുക. കാരണം മോഡൽസ് ഒക്കെ പെട്ടെന്ന് ട്രെൻഡ്സ് മാറി മറിയുന്ന ഒരു ടൈമാണ്. സോ പിന്നെ നമുക്ക് അത് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് പാട് തോന്നും കേട്ടോ. സോ നിങ്ങൾ ഒരുപാടൊന്നും ട്രെൻഡ്സിന് പിന്നാലെ പോകണ്ട. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ചില ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും നമുക്ക് എപ്പോഴും നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ കളേഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടോൺ നല്ലതായിട്ട് ബ്രൈറ്റൻ അപ്പ് തരുന്ന കളേഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യുക. അതുപോലെ മോണോക്രോമാറ്റിക് ലുക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കളറിനോട് കോംപ്ലിമെന്റ് ചെയ്യുന്ന ഷെയ്ഡ്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളെ ഡ്രസ്സിങ്ങിൽ ഇൻക്ലൂഡ് ആക്കുക കേട്ടോ. സോ ഡ്രസ്സിങ്ങും നമ്മുടെ അട്രാക്ഷൻ തരാൻ വേണ്ടിയിട്ടൊക്കെ ഒരു മെയിൻ പാർട്ടാണ്. നമ്മുടെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് തോന്നിക്കാനുള്ള കുറച്ച് നല്ല പാർട്ടാണ് കേട്ടോ. ഇപ്പൊ കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഒക്കെയാണ് ബ്ലൂ വന്നിട്ട്, അതുപോലെ പിങ്ക് ഷെയ്ഡ്, അതുപോലെ തന്നെ
നമ്മുടെ എംറാൾഡ് ഗ്രീൻ, ഇതെല്ലാം നമ്മുടെ റിച്ച് ലുക്ക് തരാനും അതുപോലെ മോണോക്രോമാറ്റിക് ലുക്കിലൊക്കെ നമ്മൾ ഡ്രസ്സിങ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ഡ്രസ്സിംഗ് സ്റ്റൈൽസ് ആയിരിക്കാം. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ വാർഡ്രോബിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പണ്ടൊക്കെ നമ്മൾ ഒരുപാട് മുന്നേ വാങ്ങിയിട്ടുള്ള ഓൾഡ് ഫാഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങൾ യൂസ് ചെയ്യാണ്ടിരിക്കുക, അല്ലെങ്കിൽ ട്രെൻഡി ആയിട്ട് അതെങ്ങനെ സ്റ്റൈൽ ചെയ്യാന്നുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു കാര്യങ്ങളാണ് നമുക്ക് എപ്പോഴും നമ്മുടെ പിൻട്രസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി നല്ല ഡ്രസ്സിംഗ് സ്റ്റൈൽസ് നോക്കാം. പിൻട്രസ്റ്റ് ഒക്കെ ഹെൽപ്പ് ചെയ്യും. സോ പിൻട്രസ്റ്റ് സ്റ്റൈലിംഗ് ആയിട്ടുള്ള ഡ്രസ്സിംഗ് എടുക്കുക. എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് ആക്സസറൈസിങ്. നിങ്ങളുടെ ഡ്രസ്സിങ്ങിനെ പോലെ മേക്കപ്പിനെ പോലൊക്കെ അതേപോലെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ആക്സസറൈസ് ചെയ്യുക എന്നുള്ളത്. അതിലും നമ്മുടെ ലുക്കിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. സോ നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സിന് പറ്റിയ രീതിക്കുള്ള ആക്സസറീസ് മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഇപ്പോഴും പലരിലും കാണാറുണ്ട്, നിങ്ങൾ വെസ്റ്റേണിന്റെ കൂടെ സ്റ്റൈൽ ചെയ്യുന്നതിന് വെസ്റ്റേൺ ഡ്രസ്സിന്റെ കൂടെ നിങ്ങൾ ട്രഡീഷണൽ ജുംക്ക യൂസ് ചെയ്യുന്നു, അതുപോലെ ഒരു മിക്സ് മാച്ച് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് കാണാറുണ്ട്. സോ അത്തരം തെറ്റുകളൊക്കെ മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങളൊരു ഡെസി ട്രഡീഷണൽ ലുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് നമ്മുടെ ജീൻ കൂടെ നമുക്ക് ടോപ്പ് ജുംക്കയൊക്കെ നമുക്ക് ഇപ്പൊ യൂസ് ചെയ്യുന്ന സിൽവർ ഓക്സിഡൈസ്ഡ് ജ്വല്ലറീസ് ഒക്കെ സ്യൂട്ട് ആയി പോകും. പക്ഷെ എല്ലാത്തിന്റെയും കൂടെ അങ്ങനെ യൂസ് ആയി ചേരും എന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. സോ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പിൻട്രസ്റ്റിലൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഏതൊക്കെ ഔട്ട്ഫിറ്റിന്റെ കൂടെ ഏതൊക്കെ ജ്വൽസ് ഒക്കെയാണ് കൂടുതൽ മാച്ചിങ് ആയിട്ട് പോവാന്നുള്ളത്. സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് നമ്മുടെ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ജ്വല്ലറീസ് ഒക്കെ, സിൽവർ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ബാംഗിൾസ്, ഇയറിംഗ്സ് ഒക്കെ, ജുംക്കൊക്കെ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണ്. ഇപ്പൊ കുറച്ച് ഇയേഴ്സ് ആയിട്ട് ഇത് തന്നെയാണ് കേട്ടോ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇതുപോലെയുള്ള നമ്മുടെ റോസ് ഗോൾഡ് ആയിട്ടുള്ള ഗോൾഡ് കോട്ടൊക്കെ വരുന്ന ഇയറിംഗ്സ്, വാച്ചസ്, അതുപോലെ നെക്ക് പീസസ് എല്ലാം തന്നെ കേട്ടോ. ബാംഗിൾസ് ഒക്കെ ആണെങ്കിലും ഇതുപോലെ റോസ് ഗോൾഡിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. സോ ഇങ്ങനത്തെ 2-3 പീസ് മാത്രം നിങ്ങൾ ഒരു ഇയറിംഗ്, ഒരു നെക്ക് പീസ്, അതുപോലെ തന്നെ ബാംഗിൾ, ഇതൊക്കെ ഓരോന്ന് വിധം നിന്ന് വാങ്ങി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മിക്ക ട്രഡീഷണൽ ഔട്ട്ഫിറ്റിന്റെ കൂടെ ആയിക്കോട്ടെ അതുപോലെ മോഡേൺ വെയറിന്റെ കൂടെ ആയിക്കോട്ടെ നന്നായിട്ട് കോംപ്ലിമെന്റ് ചെയ്ത് പോകുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇത്തരം ജ്വല്ലറീസ് ഒക്കെ. സോ നിങ്ങൾ സിൽവർ ഓക്സിഡൈസ്ഡ് ആയിക്കോട്ടെ റോസ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ നിങ്ങളൊന്ന് നിങ്ങളുടെ വാർഡ്രോബിൽ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഔട്ട്ലുക്ക് കംപ്ലീറ്റ് മാറ്റാനും ഭയങ്കര എലഗന്റ് ലുക്ക് തരാൻ വേണ്ടിയിട്ടും ഈ ഒരു ടിപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾ ആക്സസറീസ് മെയിൻ ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് വന്നിട്ടുള്ളതാണ് നമ്മുടെ ചപ്പല് വന്നിട്ട്. ഞാൻ ഇപ്പോഴും ഒരുപാട് പേരിൽ കാണുന്നതാണ് നമ്മുടെ നോർമൽ കുർത്തീസിന്റെ കൂടെയൊക്കെ ഷൂ പെയർ ചെയ്ത് പോവുക, അതായത് നോർമൽ സ്പോർട്സ് ഷൂ പോലത്തെ ഷൂ പെയർ ചെയ്ത് പോവുക കാര്യങ്ങളൊക്കെ. സോ അത്തരത്തിലുള്ള ഭയങ്കര മിക്സ് മാച്ച് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അവോയ്ഡ് ആയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ചപ്പൽസ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളൊരു 3 ടൈപ്പ് ചൂസ് ചെയ്യുക. ഒന്ന്, നിങ്ങളൊരു ഷൂ വാങ്ങാം. നമുക്ക് ഇതുപോലെ ജീൻ ടീഷർട്സിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റിയ ഷൂ നിങ്ങൾക്ക് ഒന്നെങ്കിൽ വാങ്ങാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബ്ലാക്ക് ചപ്പൽ അല്ലെങ്കിൽ ന്യൂഡ് ചപ്പൽ, ഈ രണ്ടെണ്ണെങ്കിലും നിങ്ങൾ വാങ്ങി വെക്കുക. മിക്ക കോസ്റ്റ്യൂമിന്റെ കൂടെ നമുക്ക് പോകുന്നതാണ്. നിങ്ങൾ ഇതിന് ബ്ലാക്ക് ഒരു ഫ്ലാറ്റ് ആണ് വാങ്ങി വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ന്യൂഡ് ആയിട്ടുള്ള ഒരു ഹീൽസ് നിങ്ങളുടെ വാങ്ങി വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ന്യൂഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഔട്ട്ഫിറ്റിന്റെ കൂടെ നമുക്ക് മാച്ച് ആയി പോകുന്നതാണ്. സോ നിങ്ങൾ ഇത്തരത്തിലുള്ള ചപ്പൽസ് ഒന്ന് നിങ്ങൾ വാങ്ങി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരു ഷൂ വാങ്ങി വെക്കുക, ഒരു ഫ്ലാറ്റ്, ഒരു ഹീൽ, ഇത് മാത്രം മതി. അപ്പൊ നിങ്ങൾ അതിൻ്റെതായ കോസ്റ്റ്യൂമിന്റെ കൂടെ മാത്രം നിങ്ങളത് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഇനി എത്ര മേക്കപ്പ് ചെയ്തു, എത്ര നല്ല ഔട്ട്ഫിറ്റ് ഇട്ടു, എല്ലാം സെറ്റ് ആയിട്ടും എത്ര ആക്സസറീസ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ചപ്പൽ മതി നിങ്ങളുടെ ഫുൾ ഔട്ട്ലുക്ക് തന്നെ മാറ്റി മറിക്കാനായിട്ട്. സോ നിങ്ങൾ നിങ്ങളുടെ മാച്ചിങ് ആയിട്ടുള്ള രീതിക്കുള്ള ചപ്പൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വന്നിട്ടുള്ളതാണ് നമ്മുടെ ഹെയർ കട്ട് വന്നിട്ട്. നിങ്ങളുടെ ഫേസിനനുസരിച്ചുള്ള ഒരു ഹെയർ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഹെയർ കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ലെങ്ത്തിലാണ് നിങ്ങൾക്ക് ഹെയർ ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഷോർട്ട് ആക്കേണ്ട ഒരു കാര്യമില്ല. ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് നമുക്കിപ്പോൾ ഒരുപാട് നമ്മുടെ സലൂണിലൊക്കെ ചെയ്ത് തരുന്നുണ്ട്. സോ നിങ്ങൾ നല്ലൊരു ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇപ്പൊ ട്രെൻഡിങ് ആണ് നമ്മുടെ ഫ്രഞ്ചസ് കട്ട് ചെയ്തിടുക, അതുപോലെ ബാങ്ക്സ് കട്ട് ചെയ്യുക എന്നുള്ളത്. സോ നിങ്ങളുടെ ഫേസിന് അത് ഭംഗി തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ നിങ്ങൾ നല്ലൊരു ഹെയർ സ്റ്റൈൽ നിങ്ങളുടെ ഔട്ട്ഫിറ്റിന് അനുസരിച്ചുള്ള ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നല്ല ഫ്രിസി ആയിട്ടുള്ള ഹെയർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഹെയർ സിറംസ് ഒക്കെ അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഒതുക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഷാമ്പൂ ഒക്കെ ചെയ്ത് ഇങ്ങനെ പറത്തിച്ച് നടക്കുന്ന ഫാഷനൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടുണ്ട്. ഇപ്പൊ നല്ല സ്ലീക്ക് ആയിട്ടുള്ള ഒക്കെ സ്റ്റൈലിംഗ് ആണ് ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് മാച്ചിങ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്തരം ട്രെൻഡ്സ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതും ഔട്ട്ഫിറ്റിന് അനുസരിച്ച് വേണം നമ്മുടെ ഹെയർ സ്റ്റൈൽ ആയാലും ആക്സസറീസ് ആയാലും ചപ്പൽ ആയാലും നമ്മൾ ചൂസ് ചെയ്യേണ്ടത്.
അപ്പോൾ ഇത്തരത്തിലുള്ള സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഔട്ട്ഫിറ്റിലും ഡ്രസ്സിങ്ങിലും എല്ലാം തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇതിനായിട്ട് ഒരുപാട് മേക്കപ്പ് പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരുപാട് ഡ്രസ്സ്, ഒരുപാട് ഷപ്പൽസ്, ഒരുപാട് ആക്സസറീസിനൊന്നും ആവശ്യമില്ല. നമുക്ക് എല്ലാം തന്നെ ഓരോ പീസും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങി വെച്ചാൽ തന്നെ മതി. സോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി ഇഷ്ടമായെന്ന് കരുതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇനി എത്തരത്തിലുള്ള വീഡിയോസ് ആണ്, കണ്ടന്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് കൂടെ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.